USS എക്സാമിന് മുൻപ് ചോദിച്ച ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. ഏജ് പ്രോബ്ലം ആണ്, പ്രായത്തിനെ സൂചിപ്പിക്കുന്ന ചോദ്യം. മക്കൾ എല്ലാവരും ക്വസ്റ്റ്യൻ കറക്റ്റ് ശ്രദ്ധിച്ച് നോക്കണേ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് കാര്യം ക്ലിയർ ആയില്ലെങ്കിൽ നമുക്ക് മൊത്തം കൺഫ്യൂഷൻ ആവും. അപ്പൊ നോക്കിക്കോളാ. ഫാദേഴ്സ് ഏജ് ഈസ് 30 മോർ ദാൻ സൺസ് ഏജ്. മകന്റെ വയസ്സിനേക്കാൾ 30 കൂടുതലാണ് അച്ഛന്റെ വയസ്സ് എന്നാണ് ക്വസ്റ്റ്യൻ തുടങ്ങുന്നത്. എന്നിട്ട് അതിന്റെ കൂടെ അവിടെ നിർത്തുന്നില്ല, ഇനിയും കണ്ടീഷൻ ഉണ്ട്. ആഫ്റ്റർ 5 years ഫാദേഴ്സ് ഏജ് വിൽ ബി 3 times സൺസ് ഏജ്. 5 കൊല്ലം കഴിഞ്ഞാൽ എന്താ 5 കൊല്ലം കഴിഞ്ഞാൽ സംഭവിച്ചത്? അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 3 മടങ്ങാവും 5 കൊല്ലം കഴിഞ്ഞാൽ കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് ദ പ്രസന്റ് ഏജ് ഓഫ് ദ ഫാദർ? ഫാദറിന് ഇപ്പൊ എത്ര വയസ്സുണ്ടെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ നിലവിലെ കഥയൊക്കെ നമുക്ക് നോക്കാം. ഇപ്പം നമ്മുടെ മകന് എത്ര വയസ്സുണ്ടെന്ന കാര്യം നമുക്ക് അറിയത്തില്ല. നമ്മൾ തുടങ്ങുകയാണെ. മകന്റെ വയസ്സ് നമ്മൾ എടുക്കുന്ന നോക്കണേ മക്കളെ. മകന്റെ വയസ്സ് നമ്മൾ എത്ര എടുക്കാം? മകന്റെ വയസ്സ് ഇപ്പൊ ഒരു എക്സ് ആണെന്ന് വിചാരിക്കാം. ഇതാണ് മകന്റെ വയസ്സ്. അപ്പൊ അച്ഛന്റെ വയസ്സ് എത്രയാ? ഇപ്പൊ പിതാവിന്റെ വയസ്സ് എത്രയാ? അച്ഛന്റെ വയസ്സ് അല്ലെങ്കിൽ പിതാവിന്റെ വയസ്സ് ഇപ്പൊ എത്രയാണ്? പിതാവിന്റെ വയസ്സ് മകന്റെ വയസ്സിനേക്കാൾ 30 കൂടുതലാ. അപ്പൊ നമ്മുടെ എക്സിനേക്കാൾ 30 കൂടുതൽ നമ്മൾ എങ്ങനെ എഴുതുക? എക്സിനേക്കാൾ 30 കൂടുതലാന്ന് പറഞ്ഞാൽ മാത്സിൽ നമ്മൾ എങ്ങനെ എഴുതുക? +30 എന്നല്ലേ മക്കളെ എഴുതുക? +30. അപ്പൊ 30 വയസ്സ് കൂടുതലാ. ഒരു 10 വയസ്സ് കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് എഴുതും? എക്സ് +10 എന്ന് എഴുതി വെക്കും. അപ്പൊ റെഡിയാണേ. 30 വയസ്സ് കൂടുതലുണ്ട് അച്ഛന്, അതുകൊണ്ട് അച്ഛന്റെ വയസ്സ് എത്രയാ? എക്സ് +30 ആണ്. ഇനി പറയാണ് 5 കൊല്ലം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന പറയുന്നത്. 5 കൊല്ലം കഴിഞ്ഞാൽ അച്ഛന്റെ വയസ്സ്, അച്ഛൻ ഇപ്പൊ എത്ര വയസ്സുണ്ട്? അച്ഛൻ ഇപ്പം എക്സ് +30 വയസ്സുണ്ട്. അപ്പൊ 5 കൊല്ലം കഴിഞ്ഞാലോ? ഓരോ കൊല്ലം കഴിയുമ്പോൾ ഓരോ വയസ്സ് വെച്ച് കൂടൂലേ? അപ്പൊ 5 കൊല്ലം കഴിഞ്ഞാൽ അച്ഛന് 5 വയസ്സും കൂടെ കൂടും. ഇപ്പൊ അച്ഛന്റെ വയസ്സ് എത്രയാ? എക്സ് +30. അപ്പൊ 5 കൊല്ലം കഴിഞ്ഞാൽ ഒരു 5 വയസ്സും കൂടി അങ്ങോട്ട് കൂടി. അപ്പൊ എക്സ് +30 +5 എന്ന് വെച്ചാൽ എക്സ് +35 എന്ന് എഴുതിയാൽ മതി. നമുക്ക് അങ്ങനെ എഴുതിയാലോ? എക്സ് +35 എന്ന് എഴുതിയാൽ പോരെ? 30 + 5 35 ആണെന്ന് എല്ലാവർക്കും അറിയില്ലേ? അപ്പൊ 5 കൊല്ലം കഴിഞ്ഞാൽ അച്ഛന്റെ വയസ്സ് എക്സ് +35 ആയിരിക്കും, 35 ആയിരിക്കും. ഈ സാധനം അല്ലെങ്കിൽ ഈ വയസ്സ് ഇത് ഈക്വൽ ആർക്ക് ഈക്വൽ? മകന്റെ വയസ്സിന്റെ 3 മടങ്ങിന് ഈക്വൽ, 3 times സൺസ് ഏജ്. അപ്പൊ മകന്റെ വയസ്സ് എത്രയാ? 5 കൊല്ലം കഴിഞ്ഞാലുള്ള കഥയാണേ മക്കളെ. ഇപ്പൊ മകന് എക്സ് വയസ്സുണ്ട്. അപ്പൊ 5 കൊല്ലം കഴിഞ്ഞാൽ മകൻ എത്ര വയസ്സുണ്ടാവും? ആ എക്സിനോട് ഒരു 5 കൂട്ടണം. നമുക്കറിയാലോ, ഓരോ കൊല്ലം കഴിയുമ്പോൾ വയസ്സ് കൂടണ്ടേ? അപ്പൊ 5 വയസ്സ് കൂടിയ മകന്റെ വയസ്സ് 5 കൊല്ലം കഴിഞ്ഞാൽ എക്സ് +5 വയസ്സുണ്ടാവും മകന്. ഇത് മാത്രം പോരാ, ഇതിന്റെ 3 മടങ്ങ് 3 times എന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ എത്ര കൊണ്ട് ഗുണിക്കണം? 3 കൊണ്ട് ഗുണിക്കണം. അപ്പോഴല്ലേ 3 മടങ്ങാവുക അല്ലെ? 2 മടങ്ങ് എന്ന് പറഞ്ഞാൽ 2 കൊണ്ടല്ലേ മൾട്ടിപ്പിൾ ചെയ്യുക. അതേപോലെ 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ ഇതിനെ 3 കൊണ്ട് ഗുണിക്കണം. നോക്കേ, ഈ എഴുതി വെച്ച് നല്ലവണ്ണം നോക്കുക. ഇവിടെയാണ് നമുക്ക് കൺഫ്യൂഷൻ ആവുക. എന്താ എഴുതി വെച്ചത്? 5 കൊല്ലത്തിന് ശേഷമുള്ള അച്ഛന്റെ വയസ്സ്. അച്ഛൻ ഇപ്പൊ എത്ര വയസ്സുണ്ട്? എക്സ് +30. അപ്പൊ 5 കൊല്ലം കഴിഞ്ഞാൽ എക്സ് +35. ഈ വയസ്സ് ആർക്ക് ഈക്വൽ ആണ്? മകന്റെ വയസ്സിന്റെ 3 മടങ്ങ്. അപ്പൊ ഇപ്പൊ മകന് എക്സ് വയസ്സ്, 5 കൊല്ലം കഴിഞ്ഞാൽ എക്സ് +5 വയസ്സ്, അതിന്റെ 3 മടങ്ങ് ആയതുകൊണ്ട് നമ്മൾ 3 കൊണ്ട് ഗുണിച്ചു. ഇങ്ങനെ ഒരു കണ്ടീഷൻ കിട്ടി. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കാം. നോക്കിക്കോണം എങ്ങനെയാ ചെയ്യുന്നതെന്ന്. എക്സ് +35 സമം, എടാ ഈ ബ്രാക്കറ്റ് നോക്ക്, 3 ഗുണിക്കണം എക്സ് എന്ന് പറഞ്ഞാൽ 3x അല്ലേ? അതേപോലെ നടുവിൽ ഒരു പ്ലസ് ഉണ്ട്, നടുവിലത്തെ പ്ലസ് ഞാൻ അതേപോലെ എഴുതി. ഇനി 3നെ 5 കൊണ്ട് ഗുണിക്ക്. 3 ഗുണിക്കണം 5 എത്രയാ? 15. നമ്മൾ 3നെ കൊണ്ട് ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള എക്സിനെയും ഗുണിക്കുക, അതേപോലെ 5നെയും ഗുണിക്കുക. അങ്ങനെ നമുക്ക് 3x +15 കിട്ടി. ഇനി നിങ്ങൾ എന്താ ചെയ്യുക? ഈ എക്സ് ഉള്ള ആൾക്കാരൊക്കെ ഒരു ഭാഗത്തേക്ക്, ഈ നമ്പർ ഒക്കെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് എടുത്തിട്ട് നമുക്ക് ആൻസർ കിട്ടും. ഇവിടെ ഒരു 35 ഉണ്ട്. അപ്പുറത്തുള്ള +35 +15 ഇടാ. ഇവിടെ ഒരു +15 അത് ഇങ്ങോട്ടേക്ക് ഇട്ടാ കുറയ്ക്കണം 15, -15 ആയിട്ട് മാറും. ഇനി ഈക്വൽ, അവിടെ ഒരു 3x ഉണ്ട്. 3x ഇടത്തെ ഭാഗത്തുള്ള എക്സിനെ നിങ്ങൾ വലത്തെ ഭാഗത്തേക്ക് എഴുതിയാൽ എന്തായിട്ട് മാറും? -x എന്ന് കിട്ടും. 35 15 കുറയ്ക്കണം. 35 10 കുറച്ചാൽ 25 അല്ലേ? ഒരു 5 കൂടെ കുറച്ചാലോ? അപ്പൊ നമുക്ക് 20 ആയിട്ട് മാറും ആൻസറേ. ആ 20 എന്ന് പറയുന്നത് സമം എത്രയാ? 3x നിന്ന് x കുറയ്ക്കുക. 3x കുറയ്ക്കണം x. 3x നിന്ന് ഒരു x കുറച്ചാൽ ബാക്കി 2x ഉണ്ടാവും. അപ്പൊ 2x സമം 20. 2x 20 ആണെങ്കിൽ x എത്രയാ? എടാ 2x 20 ആണെങ്കിൽ x 10 അല്ലേ? 20ന്റെ പകുതി അല്ലേ? 20 ഹരിക്കണം 2 അല്ലേ വരിക? 2x അല്ലേ 20 വരുന്നത്? അപ്പൊ ഒരു x 20ന്റെ പകുതി അല്ലെങ്കിൽ 20/2, ആൻസർ 10 ഉണ്ടാവും. അപ്പൊ നമുക്ക് x = 10 ആണെന്ന് കിട്ടി. എന്താ നമ്മുടെ x? തുടങ്ങിയപ്പോൾ നോക്ക്, തിരിച്ചു നോക്ക്. നമ്മൾ മകന്റെ വയസ്സാണ് നമ്മൾ x എന്ന് കൊടുത്തത്. അപ്പൊ ഇപ്പൊ നമുക്ക് കിട്ടിയ 10 എന്താ?
മകന്റെ വയസ്സ് 10 മനസ്സിലായി. നോക്കണേ, മകന്റെ വയസ്സ് എത്രയായി എന്നാ നമ്മൾ കണ്ടുപിടിച്ചേ? മകന്റെ വയസ്സ് 10. കാരണം എന്താ? എക്സ് ആയിരുന്നു മകന്റെ വയസ്സ്. അങ്ങനെയാണെങ്കിൽ പിതാവിന്റെ വയസ്സ് എത്രയാ? അച്ഛന്റെ വയസ്സ് എത്ര കിട്ടി? ഫാദേഴ്സ് ഏജ്. പിതാവിന്റെ വയസ്സ് എത്രയാണെന്ന് നമ്മൾ ഇവിടെ എഴുതി വെച്ചത്? എക്സ് പ്ലസ് 30 എന്നല്ലേ എഴുതിയത്? അപ്പൊ എക്സിന് പകരം 10 പ്ലസ് 30 എല്ലാം കൂടെ 40 വയസ്സുണ്ടാവും പിതാവിന്റെ വയസ്സ്. അച്ഛന്റെ വയസ്സ് കിട്ടി 40 ഓക്കെ അല്ലേ മക്കളെ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണോ? നല്ല മോണതാ ഈ ഭാഗം, ഈ സോൾവ് ചെയ്യുന്ന ഭാഗം, ഈ ഓൾജിബ്ര വരുന്ന ഭാഗം നിങ്ങൾ പഠിക്കുന്നതാണ്. ഓൾജിബ്ര വരുന്ന ഭാഗം ഒന്ന് ചെയ്ത് പഠിക്കട്ടോ നല്ലതുപോലെ. അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ആൻസറിലല്ലേ? ഓപ്ഷനിലെ ആൻസറിലെ നോക്ക്, എത്ര ആൻസർ? 40. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ബൈ ബൈ.